ഞങ്ങളെ വിട്ട് പോയല്ലോടാ. ഞങ്ങളെ വിട്ട് പോയല്ലോ. ഈ കിടക്ക് തോമച്ചൻ ചത്തതല്ല, കൊന്നതാ. അവനപ്പം കൊന്നതാ. അവനപ്പം കൊന്നതാ. സാറേ സ്ഥലമെത്തി. വർഷങ്ങൾ കഴിഞ്ഞു, ഇവിടെയൊന്നും മാറിയിട്ടില്ല. ഒന്നും. ഇറച്ചിക്കൊത്തലാണ് ചുണ്ടി കളിക്കുന്നത്. എനിക്ക് എൻ്റെ അപ്പനെ പേടി, അതുകൊണ്ടാ. നിന്റെ അപ്പനെ അടിക്കോ? ഇല്ല. നിന്റെ അപ്പം വീഡിയോ അടിക്കോ? ഇല്ല. അവൻ ചൂണ്ട് കടിക്കുന്നു. തോട്ടേക്കൊരു പൂച്ചക്കണ്ണൻ എണ്ണം കേട്ടാൻ. ജനിച്ചപ്പോൾ തന്നെ തള്ളയുടെ കാരണമായവനാ. എൻ്റെ ഒന്നും വിത്തല്ല ഈ സാധനം. ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കൂലേ പൂച്ചക്കണ്ണ്. അതെങ്ങനെ അപ്പനാരാന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ തള്ളയെ കെട്ടിയെടുത്തില്ലേ ശൂര്. ഈ ഭൂമിയിൽ നിനക്കാകെയുള്ള ഒരു കൂട്ടുകാരൻ അത് ഞാൻ മാത്രമായിരുന്നു അല്ലേ തോമാച്ച? ഇന്ന് ഈ കലറിലല്ല, എൻ്റെ ആത്മാവിലാണ് നീ ഉറങ്ങുന്നത്. വലുതാകുമ്പോൾ നിൻ്റെ അപ്പൻ നിന്നെ സ്നേഹിക്കുമെന്ന് വെറുതെ പറഞ്ഞ് ഞാൻ നിന്നെ ഒരുപാട് പറ്റിച്ചിരുന്നു. തോമ, നീ ഇവിടെ ഇരിക്കുവായിരുന്നോ? ഞാൻ എവിടെയൊക്കെ നോക്കിയിടന്നു. ഞാൻ എവിടെയായിരുന്നു? പ്ലസ് ടു കഴിഞ്ഞില്ലേ? ഇനി എന്താ പ്ലാൻ? എന്ത് പ്ലാൻ? നിനക്കോ? BDSന് ചേരണം, then go to അമേരിക്ക. അപ്പൻ എന്നെ പഠിക്കാൻ വിടുമെന്ന് തോന്നണില്ല. എനിക്ക് പൂച്ചക്കണ്ണായോണ്ട് അങ്ങയുടെ മോനല്ലെന്ന് എപ്പോഴും വിചാരം. എന്താടാ ഇത്? എത്ര തവണ ഞാൻ പറഞ്ഞതാ ചൂണ്ടിക്കടിക്കരുതെന്ന്. വല്ല അസുഖം വരും കേട്ടോ, ഉറപ്പാ. അപ്പൻ്റെ ആരും ഓർക്കുമ്പോഴൊക്കെ ഇങ്ങനെയാ, പേടിയാ. ഒന്നും കഴിക്കാനും വയ്യ. നിന്റെ ചേട്ടന്മാരൊക്കെ അവിടെ? ഒരച്ഛൻ്റെ കൂടെ വർക്ക്ഷോപ്പിലാ. സുമേഷേ, അവിടെ തോമാച്ച നന്നായി പഠിക്കും. നമുക്ക് അപ്പനറിയാണ്ട് അവനെ എങ്ങനെയും പഠിക്കാൻ വിടണം അല്ലേ? ശരിയാ, നമ്മളല്ലാണ്ട് വേറെ ആരുടെ അവനെ നമുക്ക് പഠിപ്പിക്കണം. തോമാച്ചാ, തോമാച്ചോ. ഓ, ഇതാ എന്താ ഏട്ടാ? പരിപ്പോട. വേണ്ട ഏട്ടാ, എൻ്റെ വായിക്ക് നല്ല വേദനയുണ്ട്. വേണ്ട. എങ്ങനെ ഉണ്ടാവാതിരിക്കാനാ? എത്ര നാളായി ഞാൻ പറയണമെന്നറിയോ അവനോട് വായിക്കാത്ത ഇങ്ങനെ കടിക്കരുത്. ചുമ്മാ. മോനെ സുമേഷേ, ഒരു ചായ എടുത്തടാ. അപ്പ
നമ്മുടെ തോമസിന് കുറച്ച് നാളായിട്ട് ഇങ്ങനെ വായിക്കാത്ത ഒരു വേദനയുണ്ട്. അപ്പൊ അവനെ ഡോക്ടറെ കാണിക്കണം. ആ നായേ, ആ തള്ളെ കൊല്ലി പൂച്ചക്കണ്ണന്റെ കാര്യം എന്നോട് പറയരുതെന്ന് എത്ര നാളായിടാ നിന്നോട് പറയണു. എന്റെ അപ്പനപ്പൂപ്പന്മാർക്ക് പോലും ഇല്ലടാ ഈ പൂച്ചക്കണ്ണ്. അവന്റെ അഹങ്കാരത്തിന് ദൈവം കൊടുത്ത ശിക്ഷ അനുഭവിക്കട്ടെ ശാപം. അനന്ത, നമ്മുടെ തോമാച്ചൻ അയച്ചില്ല, നീ വേഗം വാ. തുറന്നു പറയാലോ, ഓറൽ ക്യാൻസറിന്റെ ഫൈനൽ സ്റ്റേജിലാണ് തോമസ്. അതിന് നമ്മുടെ വീട്ടിലാർക്കും ക്യാൻസർ ഒന്നും ഇല്ല ഡോക്ടറെ. സാറേ, അവനങ്ങനെ ബീഡിയൊന്നും വലിക്കാറില്ല. വായിക്കകത്ത് ക്യാൻസർ വരുന്നതിന് ബീഡി വലിക്കണമെന്നോ പാരമ്പര്യമൊന്നും വേണ്ട. തോമസിന്റെ കേസിൽ ഷാർപ്പ് ടൂത്താണ് കാരണം. വെളിയിൽ തള്ളി നിൽക്കുന്ന 2 പല്ലുകൾ മതി ക്യാൻസർ വരാൻ. ഡോക്ടറെ, അത് അപ്പനുണ്ട്. തോമസിന് എപ്പോഴെങ്കിലും ചുണ്ടുപിടിക്കുന്ന ശീലമുണ്ടായിരുന്നോ? അവന് അപ്പനെ കാണുന്ന തന്നെ പേടിയാണ്. അപ്പം തന്നെ ചുണ്ട് കടിച്ച് പൊട്ടിക്കാൻ തുടങ്ങും. പിന്നെ കുറേയൊക്കെ ആയപ്പോൾ നല്ല വേദനയൊക്കെ ആയി. ഇപ്പം എല്ലാം ശരിയായി വന്നതായിരുന്നു. അവനപ്പൻ്റെ മോനല്ലാന്ന് അപ്പോഴെപ്പോഴും പറയും സാറേ. അങ്ങനെ ഉണ്ടായ പേടിയാ. ഈ ഷാർപ്പ് ടൂത്ത് പാരമ്പര്യമായി കിട്ടിയിരിക്കുന്നതാണ്. നിങ്ങൾക്കുള്ള അതേ പല്ലുകളാണ് തോമസിന് കിട്ടിയിരിക്കുന്നത്. അതാണിപ്പോൾ അവൻ്റെ ജീവന് ഭീഷണിയായിരിക്കുന്നത്. തുടർച്ചയായി ചുണ്ടുകടിക്കുന്ന മൂലം അവിടെ ഒരു വ്രണം രൂപപ്പെടും. ആദ്യമൊക്കെ വേദന തോന്നും, പിന്നീട് അതൊരു ലഹരിയെ മാറും. പതിയെ അത് വേദനയില്ലാത്തൊരു സംഭവമായി മാറും. അത് പിന്നീട് ക്യാൻസറായി മാറും. തോമസ് ഇപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നു.